തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഓരോ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഓരോന്നും ചർച്ച ചെയ്തത്. ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ജയിക്കും എന്നുള്ള രീതിയിലുള്ള വളരെ ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിലുടനീളം നടന്നു വരുന്നത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തിയത്. അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ജില്ലയിലെ മുതിർന്ന നേതാവാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് അത് ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യായീകരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ്. ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൂടാ. അത് മുഴുവൻ തിരിച്ചു പിടിക്കണം. ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം. ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല. ഈ കാര്യം വെറുതെ അങ്ങനെ എപ്രാളപ്പെടണ്ട. മനസ്സിലായോ? കൃത്യമായിട്ട് ആലോചിക്കും. ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയും പാർട്ടി ചെയ്യുമെന്ന് ധരിക്കേണ്ടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുമ്പേയുള്ള പ്രശ്നമല്ലേ, അതിപ്പോഴും തുടരുകയാണ്. അതിൻ്റെ ഓരോ വിവരങ്ങളും പുറത്തു വരികയാണ്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ വരും. അവർ ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ആക്ഷേപം നൽകിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകാതിരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അപേക്ഷ നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ അതിനടിസ്ഥാനപ്പെടുന്ന നിലപാട് സ്വീകരിക്കും. അത്രയേ ഉള്ളൂ. അത് കോൺഗ്രസിൻ്റെ ഒരു നിലപാടാണല്ലോ. ഒരിക്കലും ആരെയും തള്ളി പറയാറില്ല. അവരെല്ലാം സംരക്ഷിക്കുക. ആ ഒരു നിലപാട് വെച്ചിട്ടാണ് ഞങ്ങളോടും ചോദിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു. സഖ്യമില്ല, പ്രാദേശിക നീക്കുപോക്കാണ്. അതായത് ഞാനത് മുമ്പേ പറഞ്ഞാണ്, കേരളത്തിലെ UDFൻ്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറം പറയാനില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇങ്ങനെയാണ്, കേരളത്തിലെ UDFൻ്റെ വർഗീയ ആശയ രൂപീകരണത്തിലെ നേതൃത്വമായിട്ട് നിലകൊള്ളുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ്, ലീഗും അതുപോലെ കോൺഗ്രസും ചേർന്നിട്ട്. ഇല്ല, ഒരു നീക്കുപോക്കുണ്ടായി. ഇവിടെ ജില്ലാ കമ്മിറ്റി അല്ലല്ലോ യോഗം ചേർന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി.